ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച ശേഷം കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളിൽ വിശദീകരണം നൽകിയത്. മോർബി ഡാം ദുരന്തം 79-ലെ ആ ദുരന്തം, അതിനുശേഷം അവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടിയത്, അതിലൊരു വളണ്ടിയറായി അദ്ദേഹം പ്രവർത്തിച്ച കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ പണം കൊണ്ട് നോക്കേണ്ട, പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ നമ്മളിപ്പോൾ ആദ്യമായി ചോദിക്കുന്നത് 2000 കോടിയാണ്. ആ സഹായം എന്നുള്ളത് ഈ വീടുകൾ നിർമ്മിക്കാനും ഈ വയനാട്ടിൽ ഇപ്പോൾ ഈ 3 വാർഡുകളിലെ നഷ്ടം നികത്താനാണ്. പക്ഷെ അതിലപ്പുറം നഷ്ടമുണ്ടെന്നും അതിലപ്പുറം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതുമാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കാമോ പ്രശാന്ത്? ഒരു സംശയവുമില്ല. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വരവിനെ നമ്മൾ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും നോക്കിക്കണ്ടത് ഒരു ദുരന്ത മേഖലയിൽ ഒരു സാധാരണ ആരെങ്കിലും വന്ന് പോകുന്നത് പോലെയുള്ളൊരു അനുഭവത്തോടു കൂടി നോക്കിക്കണ്ടതല്ല. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സേവകൻ, രാജ്യത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾ ഈ ദുരന്ത മേഖല സന്ദർശിക്കുമ്പോൾ ഒട്ടനവധി പ്രതീക്ഷകൾ ആ സന്ദർശനത്തിനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യവും വസ്തുതയുമാണ്. ജനങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം പ്രധാനമന്ത്രിയും ഭാരതം ഭരിക്കുന്ന ഗവൺമെൻറ്റും ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ള പ്രത്യാശയോടു കൂടി തന്നെയാണ്, അതിന് പൂർണ്ണമായി യോജിക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി ഏറ്റവും അവസാനം മണിക്കൂറുകളോളം ദുരന്ത മേഖലയിൽ ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോടെല്ലാം പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ആ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ 2000 കോടി 3000 കോടി എന്നുള്ളതല്ല, ഈ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള എത്രയാണോ തുക, ആ തുകയ്ക്ക് അതിരുകളില്ലാത്ത പണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചാൽ ആ അവതരിപ്പിക്കുന്നത് മുഴുവൻ അനുവദിക്കാവുന്ന തരത്തിലുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അനുഭവങ്ങളുടെ ഒരു നീണ്ട കഥകൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വസീഫും ഒക്കെ ഇവിടെ വിവരിക്കുകയുണ്ട്. അനുഭവങ്ങൾ നമ്മൾ വിവരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇപ്പോൾ നമ്മളുടെയൊക്കെ ചാനലുകൾ നിരന്തരം, ഇപ്പോൾ സ്മൃതിയാണെങ്കിലും അന്നു മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിരന്തരം അനുഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ ഒരുപാടുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മണിക്കൂറുകളോളം ചെലവഴിച്ചപ്പോൾ ദുരന്ത മേഖല നേരിട്ട് ആദ്യം അദ്ദേഹം ഹെലികോപ്റ്ററിൽ പോയി അദ്ദേഹം ദുരന്ത മേഖല കണ്ടു. പിന്നീട് അദ്ദേഹം നേരെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ദുരന്ത മേഖല നേരിട്ട് സന്ദർശിച്ചു. മണിക്കൂറുകളോളം അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളുകൾ മുഴുവൻ മാറ്റി അദ്ദേഹം അവിടെ ആ പ്രദേശം സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം വ്യക്തിമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള ആളുകളെ ആശുപത്രിയിൽ സന്ദർശിച്ചു. എന്താണ് ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ അവസ്ഥ എന്നറിയാൻ അദ്ദേഹം നേരിട്ട് അവിടെ പോയി അദ്ദേഹം ചെലവഴിച്ചു. ഇതെല്ലാം മാറ്റിമറിക്കേണ്ട, അല്ലെങ്കിൽ ഇതെല്ലാം നേരെയാക്കേണ്ട, ഈ പാവങ്ങളെയെല്ലാം കൈപിടിച്ചുയർത്തേണ്ട, ഈ നാടിനെ കൈപിടിച്ചുയർത്തേണ്ട ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് മന്ത്രിതലത്തിലുള്ള ആളുകളെയെല്ലാം, ഇത് ഏകോപിപ്പിക്കുന്ന എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി വിചാരിച്ചതിലപ്പുറമുള്ള ഒരു മീറ്റിംഗ് വളരെ നന്നായിട്ട് നടത്തുകയും ആ നടത്തിയതിൻ്റെ പര്യവസാനത്തിലാണ് എന്താണോ ആവശ്യപ്പെടുന്നത്, കേരളം ആവശ്യപ്പെടാൻ ഉതകുന്നത് അതെല്ലാം അനുവദിക്കുമെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രശാന്ത്, പക്ഷേ നമ്മുടെ മുൻ അനുഭവങ്ങൾ അത്ര നല്ല അനുഭവങ്ങളല്ലല്ലോ പ്രശാന്ത്. മുൻപ് നമുക്ക് പ്രളയമായാലും ഓഖി ദുരന്തമായാലും ആ ഘട്ടത്തിലൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് സഹായം ഉണ്ടായത്, പലതും തിരിച്ചു ചോദിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ശരിയാണോ എന്നുള്ളത് ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ നമ്മുടെ അനുഭവം അതായതുകൊണ്ടാണ് ആ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ നിൽക്കുന്നു. ഇതിപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു എന്നൊരു വ്യത്യാസം അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഇനി അങ്ങോട്ട് ഈ പുനരധിവാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ താങ്കൾ വയനാടുകാരൻ കൂടിയാണല്ലോ. ഈ 3 വാർഡുകളിൽ ഉള്ളവരെ അവർ എങ്ങനെയാണോ ജീവിച്ചത് ആ അവസ്ഥയിൽ തന്നെ, ആ രൂപത്തിൽ തന്നെ പുനരധിവസിപ്പിക്കുക, അതാണ് അവർ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, മുതിർന്നവരും പറയുന്നത് ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ചൊരു സ്ഥലത്താക്കണം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ആ ആവാസ വ്യവസ്ഥ അത് മാറാൻ ആഗ്രഹമില്ല, അവരല്ലെങ്കിൽ അത് ഭയക്കുന്നുണ്ട് അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന്. അപ്പോൾ പ്രശാന്ത് എന്താണ് കരുതുന്നത്? ഈ ഒരു പുനരധിവാസം എന്ന് പറയുമ്പോൾ സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തണമല്ലോ. വയനാടിൽ ഏതു മേഖലയാണ് സുരക്ഷിതമായി ഇവർക്ക് വീടൊരുക്കാൻ പറ്റിയത്?
പിന്നെ ദീർഘകാലത്തിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മുമ്പ് ഇപ്പം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ആളുകൾ ക്യാമ്പിൽ നിന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ പോയിട്ടുള്ള ആളുകളുണ്ട്. ഇവരെവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ രാഷ്ട്രീയം കൊണ്ടുവരുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതുമല്ല. നിങ്ങൾ രാഷ്ട്രീയം കൊണ്ടുവരുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. അതെവിടെ ഇതെവിടെ എന്നൊക്കെ ചോദിക്കുമെന്നുള്ള ഒരു ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചുണ്ട് സ്മൃതി, ഇതൊക്കെ നമുക്കുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എടുത്ത് പരിശോധിക്കുക. കഴിഞ്ഞ 10-12 ദിവസം നിങ്ങൾ നോക്കിക്കണ്ടത് എന്തൊക്കെയാണ്? കേന്ദ്രസേന ഒരുമിച്ച് വരുന്നു. കേന്ദ്രസേനകൾ ചെയ്യാൻ പറ്റുന്നതിലപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് പടിപടിയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മറന്നുപോകുന്നത് കൊണ്ടാണ്. നിങ്ങൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാര്യത്തേക്ക് രാഷ്ട്രീയമായിട്ട് കഴിഞ്ഞ കാര്യത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ. ഒരു കേന്ദ്രമന്ത്രി വന്നിട്ട് ഏകോപിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ സംസ്ഥാന സർക്കാർ ചെയ്തു വന്നിരിക്കുന്ന ഒരു പ്രവർത്തനത്തെയും ഞാൻ നിരാകരിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എവിടെയും ഞാൻ അതിൻ്റെ ഒരു മോശം വശം ഞാൻ എവിടെയും നോക്കിക്കാണുന്നേയില്ല. മുഖ്യമന്ത്രി 3-ാമത്തെ ദിവസം ഇവിടെ സർവകക്ഷി യോഗം നടത്തി. ഞങ്ങളുടെ ആശങ്കകൾ, വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്കകൾ ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് സ്മൃതി ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള കാര്യങ്ങളിലും അങ്ങനെ തന്നെ ആകണമെന്നുള്ളതാണ് വയനാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹവും ആവശ്യവും. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജി ഇവിടെ 4 ദിവസം ഉണ്ടാവുകയും അതിനുശേഷം കേന്ദ്രത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇവിടെ എത്തുകയും അതിനുശേഷം ഇതിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള, ഇതിലപ്പുറത്ത് മറ്റൊരാളില്ല എന്നുള്ള വസ്തുത നമുക്കറിയാം, അദ്ദേഹത്തെ തന്നെ ഇവിടെ കൊണ്ടുവരികയും ഈ എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് ഇവിടുന്ന് പോവുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ പാക്കേജുകൾ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് പറയട്ടെ, ആരാണോ പറയേണ്ടത് അവർ പറയട്ടെ. എവിടെ വേണം, എങ്ങനെ വേണം, എത്ര വേണം, എത്ര സ്ഥലം വേണം, ആരൊക്കെ പുനരധിവസിപ്പിക്കണം, ആരൊക്കെ ഒരു കുടുംബത്തിൽ ബാക്കിയായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള മുഴുവൻ കണക്കുകളും ഉണ്ടായാലാണ് ഇതിനൊക്കെ പര്യവസാനം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. ആദ്യം ചെയ്യേണ്ടത് നമുക്കിവരെ ഈ ക്യാമ്പിൽ നിന്ന് പോകുന്ന ആളുകളെ ഒരു കഷ്ണം തുണിയില്ലാതെ, ഒരു കയ്യിലൊരു രൂപ പോലും ഇല്ലാതെ, ഒരു കഴിക്കാൻ ആഹാരമില്ലാതെ, കഴിക്കാൻ പ്ലേറ്റ് ഇല്ലാതെ, ഗ്ലാസ് ഇല്ലാതെ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എങ്ങോട്ട് പോകും? അവരെ കുറിച്ചാണ് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യത്തെ 1-2 ആഴ്ച നമ്മൾ അത് മാത്രമേ ചിന്തിക്കാൻ വേണ്ടി പാടുള്ളൂ. ദിവസം 300 രൂപ ഒരാൾക്ക്, ഒരു കുടുംബത്തിലെ 2 പേർക്ക് തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അതിലാരാണ് അതിന് വിഘാതം നിൽക്കുന്നത്? ആരുമില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അനാവശ്യ ചർച്ചകളിലേക്ക് പോകുന്നത്? എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ തന്നെയാണ്. ഇതുവരെ തുടർന്ന ഐക്യമുണ്ട്. അത് അങ്ങോട്ട് തുടരേണ്ടതുമുണ്ട് പ്രശാന്ത്. ആ തുടരേണ്ട ഘട്ടത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആ പൂർണ്ണ രൂപത്തിൽ കിട്ടുമോ എന്നുള്ള ചോദ്യം ഉയർത്തേണ്ടതുണ്ട്. ആ ചോദ്യം ഒരുമിച്ച് തന്നെയാണ് ഉയർത്തേണ്ടത്. താങ്കൾ ഒരു BJP-കാരനായിട്ടല്ല, വയനാടുകാരനായിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ചോദ്യം ഉന്നയിക്കേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെയുള്ള സാഹചര്യം കൂടി പറയേണ്ടി വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, നോക്കൂ, നിങ്ങൾ 12 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ? 12 ദിവസമായിട്ട് ഇവിടെ എവിടെയാണ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള പോരായ്മ ഉണ്ടായതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ നമ്മളെ സംബന്ധിച്ച് ഈ 12 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. മുൻപത്തെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി 12 ദിവസത്തിന് ശേഷം, പ്രധാനമന്ത്രി പോയതിനു ശേഷം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ നമുക്കൊരു 2 ആഴ്ച കൂടി കഴിയട്ടെ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തായാലും പ്രത്യാശയോടുകൂടിയാണ് വയനാട്ടിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ വരവിനെ കണ്ടത്. അത് അതേപോലെ നടക്കുമെന്നുള്ളത് ഒരു സംശയവുമില്ല, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ സാധിക്കും. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പുനരധിവാസത്തിന് പണത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഈ രാജ്യത്തുണ്ടാകില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിയും പ്രധാനമന്ത്രിയും അതോടൊപ്പം ഉണ്ടാകുമെന്നുള്ള, രാജ്യം ഭരിക്കുന്ന സർക്കാർ ഈ വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാവുക തന്നെ ചെയ്യുമെന്ന്. Debate with Smriti Parthikad.